ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു ഓട്സ് ഉപ്മാവ് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ 1 മിനിറ്റ് നന്നായൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതൊട്ടും കട്ട പിടിച്ചിട്ട് ഇരിക്കില്ല കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ. അപ്പോൾ 1 മിനിറ്റ് നന്നായൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ഒരു ചീഞ്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്ത് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിലക്കടല, പൊരികടല, ഉഴുന്ന്, പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടു കേട്ടോ. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അപ്പോൾ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതെല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കും. ബ്രൗൺ കളർ ആയ ശേഷം ഇതെല്ലാം കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 സവോള അരിഞ്ഞതും പിന്നെ കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബ്രൗൺ നിറം ആവുന്ന വരെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ക്യാരറ്റും ക്യാപ്സിക്കും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ബീൻസ് ഇല്ലായിരുന്നു, അപ്പോൾ ക്യാപ്സിക്കം ഉണ്ടായിരുന്നു, അപ്പോൾ ക്യാപ്സിക്കം ചേർത്ത് കേട്ടോ. ക്യാരറ്റും ക്യാപ്സിക്കും കുറച്ച് ഓരോന്നെടുത്ത് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ കൂട്ടി റോസ്റ്റ് ചെയ്ത് വെച്ച ഓട്സ് ചേർത്ത് കൊടുക്കുക. ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്ത് ഈ സമയത്ത് നമുക്ക് ഇതിനാവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കഴിഞ്ഞ ശേഷം കുറച്ച് വെള്ളം തെളിച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. വേവിച്ചെടുക്കുന്നത് ഓട്സ് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ചെയ്യല്ല കേട്ടോ. അപ്പോൾ നമുക്ക് കുഴഞ്ഞിരിക്കും. ഇങ്ങനെ നമ്മൾ വെള്ളം തെളിച്ചിട്ട് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ, ഇങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വിട്ട് നിൽക്കുന്ന രീതിയിൽ ഓട്സ് ഉപ്മാവ് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കുറച്ച് തെളിച്ച് കൊടുക്കുക വെള്ളം, എന്നിട്ട് ഇളക്കുക. വീണ്ടും അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുക. എന്നിട്ട് വീണ്ടും വെള്ളം തെളിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ ഉപ്മാവ് കിട്ടും, കുഴഞ്ഞു കൂടി ഇരിക്കില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ.